ഞാനും ഒരു സാധാരണ ശമ്പളക്കാരൻ്റെ മകനായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ബോംബെയിലാണ് ആദ്യം ഞാൻ സ്കൂളിൽ പോയി പഠിച്ചതുമൊക്കെ. അത് കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ ഹൈസ്കൂൾ ചെയ്തു. കാരണം അച്ഛന് പ്രൊമോഷൻ കിട്ടി, ഹെഡ് ക്വാർട്ടർ ട്രാൻസ്ഫറായി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയി. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർ കൽക്കട്ട യൂണിവേഴ്സിറ്റി നശിപ്പിച്ചൊരു സമയമായിരുന്നു. അവർ അവിടെ ആക്രമണ രാഷ്ട്രീയമൊക്കെ ചെയ്തിട്ട് ഒരു വൈസ് ചാൻസലറെ കുത്തിക്കൊന്നു, പരീക്ഷകളൊക്കെ പോസ്റ്റ്പോണായി. അതെല്ലാം കണ്ട് പേടിച്ചിട്ട് ഞാൻ കൽക്കട്ട വിട്ടിട്ട് ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയി പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്ത്യയിലാണ് വളർന്നത്, അമേരിക്കയിലല്ല. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ എൻ്റെ മാസ്റ്റേഴ്സും PhD ചെയ്യാനും ഞാൻ സ്കോളർഷിപ്പ് എടുത്തിട്ടാണ് അമേരിക്കയിൽ പോയത്. എൻ്റെ പ്ലെയിൻ ടിക്കറ്റ് മേടിക്കാനും കൂടി എൻ്റെ അച്ഛനമ്മയ്ക്കും കാശുണ്ടായിരുന്നില്ല. ഞാൻ കടമെടുത്തിട്ടാണ് പ്ലെയിൻ ടിക്കറ്റ് മേടിച്ചു പോയത്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എന്തോ ഒരു സിൽവർ സ്പൂണിനൊപ്പം ജനിച്ചു വളർന്ന വ്യക്തിയാണെന്നല്ല. ഞാൻ പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാതൃകയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. കാരണം ഞാൻ എപ്പോഴും എല്ലാം ചെയ്തിരിക്കുന്നത് എൻ്റെ സ്വന്തം പ്രവർത്തനം. My life dream is to talk English like you. And I'm really a big fan of your vocabulary skills. Thank you. സാറിൻ്റെ ഒരു സജഷൻ, എങ്ങനെ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ സാറിൻ്റെ ഒരു കാര്യം പറയട്ടെ. സിൻസിയറിറ്റി ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വൊക്കാബുലറി. താങ്കൾ ഹൃദയത്തിനോട് സംസാരിക്കും. പ്രത്യേകിച്ച് പേഷ്യൻസ് കുടുംബത്തിൻ്റെ നിങ്ങൾ അവരെ ഇംപ്രസ് ചെയ്യാനല്ല സംസാരിക്കും. അവർക്ക് ആശ്വാസം കൊടുക്കാനോ അല്ലെങ്കിൽ ദുഃഖവാർത്തയാണെങ്കിൽ സ്നേഹത്തോടെയും മര്യാദയോടെയും അവർ വേദനയെക്കുറിച്ച് ചിന്തിച്ചിട്ട് നല്ല വാക്ക് പറയണം. നമ്മൾക്ക് ഭാഷയെക്കുറിച്ച് ചിന്തിക്കരുത് കൂടുതൽ. ഭാഷ വരും. നമ്മളുടെ മനസ്സും നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സിൻസിയറിറ്റി അവർക്ക് കാണാൻ സാധിക്കും. അഥവാ അവർക്ക് മലയാളം അറിയില്ല, താങ്കൾ ഇംഗ്ലീഷ് തന്നെ പറയണം. ചില കാര്യങ്ങൾ അറിയുന്ന വാക്കുകളിൽ നിങ്ങൾ പറയും. അവർ നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല ശ്രദ്ധ വെക്കുന്നത്, നിങ്ങളുടെ മാനർ, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ചെവിയോ, നിങ്ങൾ തന്നെ അനുഭവിക്കുന്ന വേദനയോ സന്തോഷമോ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. റിമെമ്പർ, കമ്മ്യൂണിക്കേഷൻ ഈസ് പാർട്ട്ലി അബൌട്ട് വേർഡ്സ് ബട്ട് ഓൾസോ പാർട്ട്ലി അബൌട്ട് ബോഡി ലാംഗ്വേജ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ എന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പല കാര്യങ്ങളിലും വളരെ അത്യാവശ്യമായ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേന്ദ്ര ഭരണാധികാരി വർഗം അവർ കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ കാണിക്കുന്ന ഏറ്റവും ദോഷകരമായ സമീപനങ്ങൾ അവർ ശത്രു രാജ്യത്തോട് കാണിക്കും പോലെ കേരളത്തോട് കാണിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനപ്രിയ ഗവൺമെൻറ്റായി മാറിക്കൊണ്ടിരിക്കുന്നതിനെ അവർക്ക് സഹിക്കുന്നില്ല. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ട മുതൽ അവരിപ്പോൾ ഈ ഗവൺമെൻറ്റിനെ ശരിപ്പെടുത്താൻ എന്താ വഴി എന്ന് ആലോചിക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു ഘട്ടം വരുമ്പോൾ അവർക്ക് ഈ ഗവൺമെൻറ്റിനെ ശരിപ്പെടുത്താൻ ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. ആ വഴി അവർ കണ്ടെത്തിയതാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിനെ എങ്ങനെയും ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന സമീപനം. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നമുക്ക് തരേണ്ട ന്യായമായ ഒരാനുകൂല്യം തരുമില്ല. നമുക്ക് അനിവാര്യമായി കിട്ടാവുന്ന ഏത് തരത്തിലുള്ള ആനുകൂല്യം തരാതിരിക്കുകയും നമുക്ക് കടമെടുക്കാനുള്ള പരിധി പോലും അവർ ചുരുക്കി നിശ്ചയിക്കുകയും ചെയ്തു. ഒരു ഘട്ടവുമില്ലാതെ വന്നപ്പോൾ നമ്മൾ കോടതിയിൽ പോകേണ്ടതെന്ന് നമുക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കോടതിയിൽ പോലും ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 13,008 കോടി രൂപ നമ്മൾ കൊടുത്ത് പുറത്ത് നിൽക്കുക, കോടതിയിൽ എടുക്കേണ്ടതെന്ന് പറയുക. അപ്പം ഇതുവരെ നടന്ന നാട്ടിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് ബോധ്യമാണ്. അതാണ് കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് സമീപനം. കേരളത്തിലെ UDF കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഇതുപോലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഒരുമിച്ച് നിൽക്കേണ്ട ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അവർക്ക് ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ കിട്ടുന്ന വഴിയായി ഇതിനെ കാണുക. കാരണം അവരെപ്പോഴും ധരിക്കുന്നത് എന്താ പറഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ അടുത്ത 5 വർഷം ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന, ഇത്തവണ അത് കിട്ടൂലെന്ന് ഉറപ്പായല്ലോ. പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കി 3.25 ലക്ഷം വീടില്ലാത്ത മനുഷ്യനെ വീട് വെച്ചു കൊടുത്ത ഈ ഗവൺമെൻറ് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കി. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാണ്, ഈ നാട്ടിൽ നമുക്ക് എന്തിനും രക്ഷകനുണ്ട്, രക്ഷിതാവുണ്ടെന്ന ബോധ്യമാണ്. I will draw your attention to one program that has been incredibly successful in the last 5 years in the government of India, which is the Aspirational Districts program. ഇത് ഏറ്റവും ബാക്ക്വേർഡ് 120 districts Prime Minister selected. All the backward districts.
backward in terms of infant mortality, the health of mothers, all of these social indices, they were way beyond literacy. Those 120 aspirational districts today have surpassed the national average in less than 5 years. The pure targeted governance support schemes. What was seen as impossible to solve has been solved. So, when I say politics of performance, and I have seen this in action because I was 8 years in the opposition as an MP during what I call the lost decade, and then 10 years in the treasury as an MP and as a minister. One of the defining things about Prime Minister Narendra Modi ji's governance is outcome-based governance. So it is, okay, we'll spend 5 lakh crores, nobody knows adala. He has a very precise approach to spending, he has a very precise outcome approach to governance. So children, their health, empowerment, education, skills, all of this matters, and we can take on different ideas. I will share one more data point with you because you are an intellectual audience. I don't know how many of you are aware of this very, very startling fact that in 2014, after almost 65 years of independence, India's workforce consisted of 42 crore Indians. Of its 31 crore Indians, that is more than 3 out of every 4 Indians had no education and no skills, and they were being forced to work. That was the status after 65 years. And 1.5 crore children dropped out from school every year and were forced to join the workforce. And since they dropping out of school, they had no skills. So the opening balance of unskilled workforce kept increasing. National education policy, ഇവരെല്ലാം പറഞ്ഞില്ല ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യില്ല. അതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്താ പറയുക നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്? 6ാം സ്റ്റാൻഡേർഡിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും സ്കില്ലിംഗ് ഒരു കരിക്കുലം ഇന്റഗ്രേറ്റഡ് സബ്ജക്റ്റ് ആണ്. സോ കുട്ടികൾ even if they drop out in 8th standard, 10th standard, financial problem, family consideration, nobody will drop out without skills. അത് എന്ത് സ്കില്ലാണ്? Carpentry, something, design, computer programming. No child will join the workforce ever. This is, in my opinion, an obligation that all grown-ups of the country owe to the children of India. That അങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റബിൾ ചൈൽഡിനെ വർക്ക് ഫോഴ്സിൽ ഇട്ടിട്ട് വിടുക എന്ന് പറയുന്നത് അത് 65 കൊല്ലം നടന്ന സാധനമാണ്. അതിന് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്. അതിനാണ് ആൾക്കാർ പറഞ്ഞത് ഇല്ല, വി വിൽ നോട്ട് ഇംപ്ലിമെന്റ് ബിക്കോസ് അതിൽ ഈ ചാപ്റ്റർ ഉണ്ട്, മറ്റേ ചാപ്റ്റർ ഉണ്ട്, തേങ്ങ ചാപ്റ്റർ ഉണ്ട്, മാങ്ങ ചാപ്റ്റർ ഉണ്ട്. So I completely agree. The biggest assets for us as a nation which wants to be a developed nation are the children of our country, and we have to work in Tiruvandhuram, in Kerala, so that our children become really our assets.